ഇനി മുബഷീർ പി അക്ബറിലേക്കാണ്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയതായിരുന്നു സുഗാന്ത്. കൂടുതൽ വകുപ്പ് പോലീസ് ചുമത്തുമ്പോൾ സുഗാന്തിനെ തേടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. സുഗാന്തിന്റെ വീടിന് മുന്നിലാണ് മുബഷീർ ഉള്ളത്. മുബഷീർ, മലപ്പുറത്ത് എവിടെയാണ് ഇയാളുടെ വീട്? പോലീസ് ഇപ്പോൾ സുഗാന്തുമായി ബന്ധപ്പെട്ട് വല വിരിച്ചു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അയാൾ എന്നതിൽ ഒരു രൂപവുമില്ല പോലീസിനെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു പ്രതികരണം തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും നടത്തുന്നത്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ശുഖപുരം എന്ന് പറയുന്ന മേഖലയിലാണ് സുഗാന്ത് സുരേഷിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സുഗാന്തിന്റെ വീടിന് മുൻപിലാണ്. വീട് അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ ആരെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അയൽവാസികളും ഇവിടെയുള്ള നാട്ടുകാരും നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചില വളർത്തുമൃഗങ്ങൾ, തൊട്ടപ്പുറത്തൊരു വളർത്തുനായ കാണാൻ സാധിക്കും. തൊട്ടു പുറകിൽ പശുക്കൾ പോലെയുള്ള വളർത്തുമൃഗങ്ങൾ മാത്രമാണുള്ളത്. ഇവിടെ വീട്ടുകാരൊന്നും തന്നെ പോലെ തന്നെ അയൽവാസികളൊക്കെ തന്നെ ചേർന്നാണ് ഈ വളർത്തുമൃഗങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ ആരെയും കാണാൻ സാധിച്ചിട്ടില്ല. സുഗാന്ത് ഈ ഒരു മേഖലയിൽ താമസിക്കുന്നയാളാണെങ്കിലും അധികം നാട്ടുകാരുമായൊന്നും വലിയ ബന്ധമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു മേഖലയിലേക്ക് ആരും വന്നിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെയുള്ള വാർഡ് അംഗം കൂടിയായിട്ടുള്ള സുഗു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം സുഗാന്തിനെ ആരെങ്കിലും ഇവിടെ കണ്ടു? സുഗാന്തിന് ശേഷം ഒരു ദിവസം ഇതിലിടയ്ക്ക് വന്നു പോയി എന്നുള്ളതാണ് അയൽവാസികളായിട്ടുള്ള അവർ പറഞ്ഞു കേട്ട അറിവായിട്ട് പറയുന്നു. അത് വ്യക്തമല്ല, ഒരു പറഞ്ഞു കേട്ടുള്ള ഒരു എന്താണ്, അതുണ്ടോ ഇല്ലയെന്ന് ഉറപ്പില്ല. ഇവിടെ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വീട്ടുകാരില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ? വളർത്തുമൃഗങ്ങൾ പിന്നെ ഇവർ പോയതിന് ശേഷം ഒരു ദിവസം ശരിക്ക് അവർ എന്താ പറയുക, ഭക്ഷണമൊന്നും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. പിറ്റേ ദിവസം തന്നെ തൊട്ട് അടുത്തുള്ള ഇബ്രാഹിം, ഷാഹിദ് തുടങ്ങിയുള്ള ആളുകൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്തു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ പോലീസ് ഒരു എൻക്വയറി, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണോ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നൊരു എൻക്വയറി വന്നതോടുകൂട്ട് അവർ എന്നെ പെട്ടെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട സമയത്ത് നമ്മൾ അടിയന്തരമായി പോലീസിനായിട്ട് ഇങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കുകയും, കാരണം ഈ വളർത്തുമൃഗങ്ങളുടെ അവസ്ഥ വളരെ പ്രയാസത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനും അവരുടെ ഈ പ്രദേശത്തെ അയൽവാസികളും കൂടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ മുൻപ് പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഈ അടുത്തെങ്ങാനും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നോ? പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാഥമികമായി അന്വേഷിച്ച് പോക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് വന്ന് നോക്കുമ്പോൾ ഈ വീട് അതിന് ശേഷം അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ആരുമില്ല. പൊതുവേ ഇവരുടെ ഒരു ഇതെന്താ വെച്ചാൽ അയൽവാസികളായിട്ടോ മറ്റാളുകളായിട്ടോ യാതൊരുവിധ അങ്ങനെ ഒരു അടുപ്പം ഇല്ലാത്തൊരിതാണ്. പക്ഷെ ഇവർക്കാണെച്ചെങ്കിൽ ഭൂസ്വത്താണെച്ചെങ്കിൽ ഇഷ്ടം പോലെ ഭൂസ്വത്ത് ഉള്ള ആളുകളാണ്. പക്ഷേ ഈ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഇടപെട്ട് പിന്നെ മൃഗ ഡോക്ടറെയും സെക്രട്ടറിയെയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു അടിയന്തര യോഗം വിളിച്ച് പിന്നെ നാട്ടുകാരുടെ പ്രതികരണം. ആ കുടുംബം തന്നെ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ കേസ് ആകും എന്നുള്ള തോന്നൽ എന്നുള്ള വിവരമാണ് മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന് നൽകുന്നത്.